പത്ലുവിന്റെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? ഇതാ കണ്ടില്ലേ എന്റെ പുതിയ കാറ്. കൊള്ളാമോ? കൊള്ളാലോ, അഭിനന്ദനങ്ങൾ. നല്ല അടിപൊളി കാറാണല്ലോ. ഞാൻ ഈ കാറ് നിങ്ങളെ രണ്ടുപേരെ ഏൽപ്പിക്കുകയാണ്. അടിപൊളി. അതെ, താങ്ക് യു, നന്ദി ഒരുപാടുണ്ട്. മുകളിലുള്ള ദൈവം നിങ്ങൾക്കെല്ലാം നല്ലതും വരുത്തട്ടെ. അങ്ങ് വളരെ ദയാശീലനും മഹാനും ധനവാനും സർവോപരി നല്ലൊരു മനുഷ്യനുമാണ്. എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെറുപിറുക്കുന്നേ? ഞാനൊരു ജോലിയായിട്ട് കുറച്ച് സമയം ഇവിടെ ഉണ്ടാവില്ല. എന്ത്? സൂക്ഷിക്കാനോ? അതെ, ഞാനൊരു ജോലിക്കാരിയായിട്ട് പുറത്തു പോവാ. വൈകുന്നേരം തിരിച്ചു വരും. ഇത് പുതിയ കാർ ആയതുകൊണ്ട് അങ്ങനെ വഴിയിലിട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ. കാറിൽ എന്തെങ്കിലും പോർല് വീണാൽ നിങ്ങളുടെ മുഖത്ത് 1000 പോർല് വരും. മനസ്സിലായോ? മനസ്സിലായി. പത്തലു, ഈ കാറിനകത്തൊന്ന് കേറി ഇരുന്ന് നോക്ക്, എന്ത് രസമാണെന്ന്. പത്തലു വരൂ, നമുക്കൊന്ന് കറങ്ങി വെച്ചും വരാം. ഇതെങ്ങനെ ബോക്സർ അറിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒരു റൗണ്ട് കറങ്ങുമ്പോഴേക്കും നമ്മളെ ഒരു റൗണ്ട് എടുത്തിട്ട് കറക്കും. ജീവിതത്തിൽ ഇതുപോലെ ഒരു വണ്ടി ഓടിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ആവശ്യമില്ലാതെ നീ ഓരോന്ന് പറഞ്ഞ് എന്റെ ഈ ആത്മവിശ്വാസം ഇല്ലാതാക്കാതെ പത്തലു. ഇങ്ങനെ ഒരു അവസരം നമുക്കിനി കിട്ടിയെന്ന് വരില്ല. ഇത് കണ്ടോ, ഇങ്ങനെയാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആരുടെ കഴിവാ? മുകളിലിരിക്കുന്നവന്റെ. ഇങ്ങനെയാണ് കാർ ഓടിക്കുക. ആരുടെ കഴിവാ? മുകളിലിരിക്കുന്നവന്റെ തന്നെ. ഇപ്പൊ നമ്മൾ ഈ കാർ ഓടിക്കുന്നതും ആ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാ പത്തലു. മനസ്സിലായോ? നമുക്കൊന്ന് കറങ്ങി വെച്ചു വരാം. എനിക്കറിയില്ല, എന്റെ മനസ്സ് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാന റൗണ്ട് ആയിരിക്കുമെന്നാ തോന്നുന്നത്. ആഹാ, എന്ത് നല്ല മണം. എന്നാ വരൂ, നല്ല ചൂടുള്ള സമൂസ കഴിക്കാം. എന്റെ പൊന്നു മോട്ടോ, ആദ്യം ഈ കാറൊന്ന് പാർക്ക് ചെയ്യാൻ നോക്ക്. സ്ഥലവും കാണുന്നില്ല. എന്താ ചേട്ടാ, കാറാണോ കാലവണ്ടിയാണോ ഓടിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും റേസ് വെക്കാം. അത് നല്ല രസം ഉണ്ടാവും. മിണ്ടാതിരിയടാ, നിന്നെ പണിയെ നോക്കി പോയിക്കോ. നിങ്ങളുടെ കാലവണ്ടിയേക്കാളും എന്റെ സൈക്കിൾ തന്നെ അടിപൊളി. എന്നാ നമുക്കൊന്ന് റേസ് വെച്ച് നോക്കിയാലോ? വാ വാ വാ. അതാണോ കാര്യം? എന്നാ ഒരു കൈ നോക്കാം. 1 2 3. എന്റെ പൊന്നു മോട്ടോ, റേസിങ്ങിന് പോകണ്ട. ബോക്സർ എങ്ങാനും കണ്ടാലുണ്ടല്ലോ. എന്റെ പത്തലു, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. പൊടി പിള്ളേരൊക്കെയാ എന്നെ വെല്ലുവിളിച്ചിട്ട് പോകുന്നത്. പൊളിച്ചു. ആ വെല്ലുവിളിച്ചവൻ എവിടെ കാണുന്നില്ലല്ലോ. അല്ല, പോലീസ് വരുന്നുണ്ടല്ലോ. പോലീസോ? വരട്ടെ. ആ പോലീസിനെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മോട്ടോനെ പോലെ ഒരാൾ അയാൾ കണ്ടു കാണില്ല. ഇങ്ങ് വരട്ടെ. എന്റെ മോട്ടോ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ പോലീസുകാരോട് വെല്ലുവിളിക്കാൻ പോകുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഓ, എന്നെ പോലെ നീയും ഡയലോഗ് പറഞ്ഞു തുടങ്ങിയോ? വണ്ടി നിർത്ത, ചിങ്കൻ സാറ് പിന്നിലുണ്ട്. സ്പീഡ് കൂട്ടണ്ട. ഇപ്പൊ കാണിച്ചരാ. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. ഹൈലി ഇംപോസിബിൾ. ഒടുവിൽ നിങ്ങളെ ഞാൻ പിടിച്ചു കഴിഞ്ഞു. ഇനി പറ, നിങ്ങൾ എന്താ എന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്കിയത്? രക്ഷപ്പെടാൻ നോക്കിയതല്ല, ഞങ്ങൾ ഇവിടെ കറങ്ങാൻ ഇറങ്ങിയതാ. ഓ, എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വണ്ടി ഓവർ സ്പീഡിൽ ഓടിച്ചത്? ഏതായാലും നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ഞാനത് നടപ്പിലാക്കും. 300 രൂപ എടുക്കൂ. 300? 400? 400? പക്ഷേ 500? എന്താ അങ്കിൾ, എത്ര ചിക്കന് കയ്യിന്ന് പോയി? ഇപ്പൊ മനസ്സിലായില്ലേ, അങ്കിളുടെ കാറിനേക്കാളും എന്റെ സൈക്കിളാണ് ബെസ്റ്റ് എന്ന്. കാറിനെ കുറിച്ച് വലിയ വർത്താനായിരുന്നല്ലോ. ഓവർ സ്പീഡ് ചെല്ലാനൊന്നും എനിക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. എടാ ചെറുക്കാൻ മിണ്ടാതെ പോയിക്കോ, അല്ലെങ്കിൽ തല്ല് മേടിക്കും നീ. നീ വെല്ലുവിളിച്ചത് കൊണ്ടാ എന്നെ 500 രൂപ പോയത്. അങ്കിൾ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? അങ്കിൾ ഇങ്ങോട്ട് വാ, ചൂട് സമോസയും ജിലേബിയും ഞാൻ വാങ്ങിച്ചു തരാം. വാ വാ. ശരിക്കും നീ സമൂസ വാങ്ങിച്ചു തരുവോ? ആ, ഞാൻ വാങ്ങിച്ചു തരാം. നീ എത്ര നല്ല കുട്ടിയാ. വരൂ, വേഗം വരൂ.
പെട്ടെന്ന് 3 പ്ലേറ്റ് സമൂസ എടുത്തേ. ആദ്യം പഴയ പറ്റൊക്കെ അടച്ചു തീർക്ക്, എന്നിട്ട് സമോസ തിന്നോ. സമൂസയുടെ പൈസയൊക്കെ ദേ ഇവൻ തരും. ചക്കരക്കുട്ട, നിന്റെ പേരെന്താ? സോണു, ഞാനിപ്പോ അങ്കിളുടെ ചെറിയ ചക്കരക്കുട്ടൻ സോണു. എന്ത് രസമുള്ള പേരാ. ഞാൻ തരാം. അങ്കിളുടെ കൈ എന്തിനാ വെറുതെ വൃത്തി കിടക്കുന്നേ? ഞാൻ വാരി തരാന്നേ. ആ, നിന്നെ പോലെയുള്ള കുട്ടികളെ ഒന്നും ദൈവം ഇപ്പൊ സൃഷ്ടിക്കുന്നില്ലല്ലോടാ. കലികാലം ആയതുകൊണ്ടാ. ആഹാ, വയറിന് എന്തൊരു സുഖം. മോട്ടോ, എനിക്ക് ഈ ചെറുക്കനെ യാതൊരു വിശ്വാസമില്ല. ഇവൻ നമുക്കിട്ട് വീണ്ടും പണിയോന്നാ തോന്നുന്നേ. നീ എന്തായി പറയുന്നത്? ഒരു ചെറിയ കുട്ടിയെ പോയി സംശയിക്കുന്നല്ലോ. അതെ, കുട്ടികൾക്ക് ഈശ്വരന്റെ പ്രതിരൂപം എന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ? 50 രൂപ ഇങ്ങെടുക്ക്. സോനുകുട്ടാ, അവനൊരു 50 രൂപ കൊടുക്ക് കേട്ടോ. 50 രൂപയോ? 50 രൂപ പോയിട്ട് 50 പൈസ പോലും എന്റെ അടുത്തില്ല. എന്ത്? നീയല്ലേ പറഞ്ഞത് സമൂസ വാങ്ങിച്ചു തരാന്ന്? അതിന് ഞാൻ വാങ്ങിച്ചു തന്നല്ലോ. ദാ ബാക്കി ഒരെണ്ണം കൂടി ഉണ്ട്, കഴിച്ചോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ചെറുക്കനെ വിശ്വസിക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? എന്തിനാന്നറിയില്ല ദൈവങ്ങൾ ഇതുപോലത്തെ കുരുത്തം കെട്ടവന്മാരെ സൃഷ്ടിക്കുന്നത്. അങ്കിളെ, വെറുതെ എന്നോട് ചൂടാവല്ലേ. അങ്കിളുടെ കാറിന്റെ കാര്യം ആദ്യം എന്തായിന്ന് പോയി നോക്ക്. ഏ? ചേട്ടാ, ഒന്ന് നിർത്തേ. അതെ, നിക്ക്, നിക്ക്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ ഒരു സമൂസ കൊണ്ട് ചേട്ടൻ അമ്പാനി ഒന്നും ആവാൻ പോകുന്നില്ലല്ലോ. അതിങ്ങത്താ, ഞാൻ കഴിച്ചോളാം. അവിടെ നിർത്താനാ പറഞ്ഞത്. വണ്ടി അതെ, അവിടെ നിക്ക്, അവിടെ നിക്ക്. കള്ളൻ, കള്ളൻ, അവിടെ നിക്ക്. ഞാൻ വെറുതെ വിടില്ല. എന്റെ ചേട്ടാ, അത് ഞങ്ങളുടെ വണ്ടിയല്ല, ആ ബോക്സറിന്റെ വണ്ടിയാ. അയാളെങ്ങാനും അറിഞ്ഞാ ഞങ്ങളെ ഇടിച്ച് സൂപ്പാക്കും. പത്തില് പിടിച്ചോട്. ഓ, പോലീസിന്റെ വേഷത്തിലാണ് മോഷ്ടിക്കാൻ നടക്കുന്നത്. അല്ല, നീ എന്താ കരുതിയേ? നിന്നെ പിടിക്കാൻ പറ്റൂലെന്നോ? മര്യാദക്ക് ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ അടുത്തേക്ക് നടക്ക. നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തു, ഞാൻ അപ്പൊ തന്നെ വന്നു. എന്റെ പൊന്നു ചിങ്കം സാറേ, ഇവൻ ഞങ്ങളുടെ കാറ് മോഷ്ടിച്ചു പോവുമായിരുന്നു. നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. നിങ്ങൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് നോ പാർക്കിംഗിലാണ്. അതിനുള്ള പിഴ 300 രൂപ. അല്ല, വീണ്ടും 300 രൂപയോ? ഇതിനു മുമ്പ് 500 തന്നതാണല്ലോ. 400. അല്ല, ഇത് എന്തൊരു പകൽ കൊള്ളയാണ്. ഞങ്ങളുടെ പൈസ വെച്ചാണോ സാറ് വീട്ടിലെ ചെലവൊക്കെ നടത്തുന്നേ? 500. എന്താ ഇത്? സാറേ, ഇന്ന ഇത് വെച്ചോളൂ. ഇതെന്താണ്? 500. ഹലോ അങ്കിൾ, നിങ്ങളുടെ കാലവണ്ടിയേക്കാളും എന്റെ സൈക്കിളാണ് ബെസ്റ്റ് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എവിടെ വേണമെങ്കിലും പാർക്കിംഗ് ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല. എടോ, അസുരവിത്ത വീണ്ടും ചൊറിയാൻ വരുന്നോ? മര്യാദക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്നെ കയ്യിന്ന് വാങ്ങുന്നേ. ഇൻസ്പെക്ടർ സാറിന് മുമ്പ് പിള്ളേരടിച്ചാലേ ബാല്യപീഡനത്തിന് കേസെടുത്ത് ജയിലടയ്ക്കും. മോട്ടോ, നമുക്ക് പോവാം. ഇന്നത്തെ ദിവസം അത്രയ്ക്ക് ശരിയല്ല. മോട്ടോ, ഇതെനിക്ക് ഒറ്റയ്ക്ക് തള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിക്ക്, ഞാനും വരാം. കണ്ടാ, ഞാൻ വന്ന് ഉന്തിയപ്പം ആ കാറ് പോകുന്നത്. അല്ല, ഇപ്പൊ ആ കാർ എവിടേക്കാ പോകുന്നേ? എന്റെ പത്തിലും ചെന്നതിന് വേഗം പിടിക്കടാ. എന്റെ പൊന്നു മോട്ടോ, ഒന്ന് വേഗം ഓടി വാ, നമുക്ക് ആ വണ്ടിയെ പിടിക്കാം. എടാ, വേഗം ചെന്ന് പിടിക്കാൻ. എന്നെ കൊണ്ട് ഓടാൻ പറ്റാത്തത് കൊണ്ടല്ലേ നിന്നോട് ചെന്ന് പിടിക്കാൻ പറയുന്നത്. മോട്ടോ, വേഗം ചാടി കയറാൻ നോക്ക്. ഞാൻ പറഞ്ഞത് കാറിന്റെ അകത്തേക്ക് ചാടി കയറാനാ. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ.
മോട്ടോ ഇതെങ്ങനെ ബോക്സർ കണ്ട നമ്മുടെ കാര്യം കട്ട പോകയാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കൂല എന്നുള്ള കാര്യം നിനക്ക് അറിയൂലേ? നിനക്ക് വിശന്നില്ലെങ്കിലും പ്രവർത്തിക്കാറില്ല. എന്റെ മോട്ടോ ഈ കാറ് പാർട്സ് ആയ പോലെ തന്നെ നമ്മളെ ആ ബോക്സർ പാർട്സ് ആക്കുന്നുള്ളത് ഉറപ്പാ. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരുപക്ഷെ നീ രക്ഷപ്പെട്ട. എങ്ങനെയെങ്കിലും എന്നെ ആ ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് എത്തിക്കണേടാ പത്തലു. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാറൊന്ന് ശരിയാക്കി എടുക്കാന്നേ. ആ ബോക്സർ വരുന്നതിന് മുമ്പ് ഈ കാർ എങ്ങനെയെങ്കിലും റെഡിയാക്കണം. ഓ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കാറ് തുടച്ച് വൃത്തിയാക്കുകയാണോ? വളരെ നന്ദി, നിങ്ങളുടെ നല്ല മനസ്സാ. ഇത് ഞങ്ങളുടെ കടമയല്ലേ. അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കാൻ? ശരി, കേറ്. നമുക്ക് 3 പേർക്ക് ഈ കാറിലൊരു ദീർഘയാത്ര നടത്തിയിട്ട് വരാം. വേണ്ട ബോക്സറേട്ടാ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ദൂരയാത്ര ഒന്നും ചെയ്യരുതെന്ന്. ഏട്ടൻ പോയിക്കോ. മോട്ടു പത്തലു, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇതെന്താണ് എന്റെ കാറിന് സംഭവിച്ചത്? നിക്കാനാ പറഞ്ഞ. പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ ടൈം മെഷീനോ? ഡോക്ടർ ചക്ക, നിങ്ങൾ ആളൊരു മഹാസംഭവം തന്നെയാണല്ലോ. ഞാൻ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ വേറെ നിസാര കാര്യങ്ങളല്ലേ. ഞാൻ വലിയ ഗവേഷണങ്ങളൊക്കെ നടത്തിയത് കൊണ്ടല്ലേ എന്റെ തലയിലൊരു ഒറ്റ മുടി പോലും ഇല്ലാത്തത്. നീ കണ്ടോ? നിനക്ക് ഏത് യുഗത്തിലേക്കാണോ പോകേണ്ടത് ആ യുഗത്തിൽ ഞാൻ നിന്നെ എത്തിച്ചിരിക്കും. പൊളിച്ചെടുത്തല്ലോ ഡോക്ടറെ. നിങ്ങളുടെ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ അപാരം തന്നെ. പക്ഷെ എനിക്ക് ഇതിലൊക്കെ യാത്ര ചെയ്യാൻ അത്ര വലിയ ധൈര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ കളിക്ക് ഞാനില്ലേ. ഹൈ ഡോക്ടർ ജഡ്ക, എന്താണ് നടക്കുന്നത്? ഇപ്പോഴെന്ത് മെഷീനാ കണ്ടുപിടിച്ചത്? ഇതൊരു ടൈം മെഷീൻ ആണ് സുഹൃത്തുക്കളെ. ഇതിൽ കയറിയിരുന്ന നിങ്ങൾക്ക് ഏത് യുഗത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും. ചക്ക, ഇവരെ സ്റ്റോൺ ഏജിലേക്ക് പറഞ്ഞു വിട്. എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അകത്തേക്ക് കയറിക്കോളൂ. നമുക്ക് കലക്കാം. ശരിക്കും ഇത് സ്റ്റോൺ ഏജിൽ എത്തിക്കോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കയറി പോകുന്നതൊക്കെ കൊള്ളാം. പക്ഷെ തിരിച്ചു വരണമെങ്കിലുണ്ടല്ലോ ആ ചുവന്ന ബട്ടണിൽ അമർത്തണം. അപ്പോഴേ വരാൻ പറ്റൂ. ഇതാ ഈ ബ്രേസ്ലെറ്റ് പഠിച്ചോളൂ. ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങളൊക്കെ നടത്താൻ കഴിയും. ഇത് വളരെ ഉപകാരപ്രദമാണ്. അതേ മോട്ടു, നമ്മൾ ഇത്രയും ദൂരം പോണ സ്ഥിതിക്ക് കയ്യില് ചായയും പലഹാരൊക്കെ വെക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായും. എന്താ നീ പറയുന്നത്? നിങ്ങൾ രണ്ടാൾ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോയി ചായയും പലഹാരം എടുത്തോണ്ട് വരാം. എന്റെ ഡോക്ടറെ മെഷീന്റെ വാതിൽ അടക്കേ, എന്നിട്ട് അതൊന്ന് ഓൺ ചെയ്യേ. സമൂസയ്ക്ക് പോയ ആള് തിരിച്ചു വന്നിട്ടില്ല. എന്തൊക്കെയാ ചെയ്യുന്നേ? നിക്കൂ, നിക്കൂ, നിക്കൂ. കൊള്ളാം. ഇത് കൊള്ളാലോ. എത്ര സുന്ദരമായ സ്ഥലം. സ്വർഗത്തിലുള്ളത് പോലെയാ എനിക്കിപ്പോ തോന്നുന്നത്. ഇത് നോക്കിയേ, ഈ പൂവിന് എന്തൊരു മണമാണ്. നല്ല പൂവ്. സാധാരണ പൂവല്ല. ഇതിന്റെ മണം കൊണ്ട് ഞാൻ ഇതിന്റെ വായിക്കോട്ടെ. എന്നെ രക്ഷിക്കാൻ ഇത്ര നേരം എടുത്തോ? ഒരുപക്ഷെ അതെന്നെ വിഴുങ്ങിയിരുന്നെങ്കിൽ. വെറുതെ നിന്ന് വാജ് കടിക്കാതെ ഓടാൻ നോക്കാം മോട്ടു. എന്റെ പൊന്ന് ഡോക്ടർ ജഡ്കെ, ഞങ്ങളെ രക്ഷിക്കൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കേ. രക്ഷിക്കണേ, രക്ഷിക്കണേ.
രക്ഷിക്കണേ. ഈ വള്ളി കണ്ടില്ലേ? കാണുമ്പോ ഒരു പാമ്പിനെ പോലെ തന്നെയുണ്ട് അല്ലേ പത്തലു? പക്ഷെ ഇതിന് തലയൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് പാമ്പാണെന്ന് എന്താ ഉറപ്പ്? എന്താ 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 പത്തലു, ഇതെന്താ സംഭവിക്കുന്നത്? എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എവിടെയാ? ഞങ്ങളെ രക്ഷിക്കൂ. എനിക്ക് തോന്നുന്നത് ആ ജഡ്കയ്ക്ക് നമ്മുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്നാ. നാട്ടുകാരെ, വീട്ടുകാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ ആരും ഇല്ല ഇവിടെ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നന്ദിയുണ്ട് കുട്ടാ, നീ ഞങ്ങളെ രക്ഷിച്ചതിന്. അല്ല കുട്ടാ, നീ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാ? ആരെങ്കിലും ഉണ്ടോ? ഇത് ആരുടെ കുട്ടിയാ? ഇവിടെ എങ്ങും ആരും ഇല്ലേ? ആരും ഇല്ലേന്ന്. ഈ കറുത്ത മുത്ത ആരുടെയാണ്? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഈ ചുറ്റുവട്ടത്തൊന്നും ആരും ഇല്ലേ? ഈ കൊടുങ്കാട്ടിൽ ഈ കുട്ടിയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നിങ്ങളൊക്കെ എവിടെ പോയിരിക്കാണ്? ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ അമ്മത്തോട്ടിലെങ്കിലും ഉണ്ട്. ഇവിടെ അതും ഇല്ലല്ലോ. പത്തലു, കുട്ടി ഒറ്റയ്ക്കല്ല കേട്ടോ. അതെനിക്കും മനസ്സിലായി മോട്ടു. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് രക്ഷപ്പെട്ടാണ്. ഓടിക്കോ, ഓടിക്കോ. ഈ ചിങ്കലാല ഹുറിന്റെ അർത്ഥം എന്തുവാ പത്തലു? അതൊക്കെ വേണമെങ്കിൽ നീ അവരോട് പോയി ചോദിക്കേ. ഞാനിപ്പോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയാ നോക്കുന്നേ. ഓടിക്കോ. പത്തലു, നമ്മള് ചിങ്കലാലയായി. പത്തലു, ഇവരൊക്കെ എന്തിനാ നമ്മളെ ചുടുവെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്? നീ അവരോട് പറ നമ്മൾ കാലത്തെ കുളിച്ചതാണെന്ന്. മോട്ടോ, അവര് നമ്മളെ കുളിപ്പിക്കല്ല, അവർക്ക് നമ്മളെ പുഴുങ്ങിയെടുക്കാനുള്ള പരിപാടിയാ. ഇവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഇവര് പുഴുങ്ങി തിന്നുമെന്നാ തോന്നുന്നേ. നീ എന്തെങ്കിലും ഒന്ന് വേഗം ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പത്തലു, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഒന്ന് വേഗം. ഹലോ ഡോക്ടർ ജഡ്ക, ഞങ്ങളാകെ പെട്ടിരിക്കുക. ഒന്ന് വേഗം വരൂ. ഞങ്ങൾ ഇപ്പൊ വേവിച്ച് തിന്നും. ഹലോ ഹലോ. എനിക്ക് തോന്നുന്നത് ഈ മിഷൻ കേടായി. ജഡ്കയ്ക്ക് ഒന്നും തന്നെ കേൾക്കുന്നുണ്ടാവില്ല. കൊള്ളാലോ. ഓ, നീ എന്തൊക്കെയാ ചെയ്യുന്ന? ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണോ? ഏതായാലും ചാവാൻ പോവാ. പട്ടിണി കിടന്ന് ചാവണ്ടല്ലോ. ഐഡിയ. ജിങ്കലാല ഹൊർ ഹൊർ ജിങ്കലാല ഹൊർ ഹൊർ ജിങ്കലാല ഹൊർ ഹൊർ ജിങ്കലാല ഹൊർ ഹൊർ ജിങ്കലാല ഹൊർ ഹൊർ. എന്നോട് ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുവല്ലേ? നീയും ഇതുപോലെ നൃത്തം ചെയ്യേ. എന്നിട്ട് നമുക്ക് ഈ ചട്ടി തട്ടി പൊട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. പറയുന്നത് കേക്ക്. ഓ, എന്തൊരു ഐഡിയ. വെറും വയറ്റില് നിന്റെ ബുദ്ധി എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ജിങ്കലാല ഹുർ ഹുർ 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 ജിങ്കലാല. രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഞങ്ങളൊന്ന് രക്ഷിക്കൂ. രക്ഷിക്കൂ.
പത്തിലോ നമുക്ക് രക്ഷപ്പെടാം. അവന്മാരിങ് എത്തുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാം. എനിക്ക് ഓടിക്കോ തോന്നുന്നു പത്തിലോ, നമ്മളിങ്ങനെ ഓടിക്കോ. ഓടിപ്പോയി ആയുർവേദ ഒഴിച്ചൽ നടത്തിയാലേ ശരിയാവുള്ളൂന്നാ. ഏയ്, മോട്ടു രക്ഷയ്ക്ക്. മോട്ടു എന്നെ ഈ കുന്തത്തിനൊന്ന് താഴെ ഇറക്ക്. ഇപ്പൊ ഞാൻ നിന്നെ ഈ കുന്തത്തിൽ നിന്ന് ഇറക്കാൻ നിന്ന എന്റെ പള്ളിക്ക് അവര് കുന്തം കയറ്റും. അതുകൊണ്ട് മിണ്ടാതിരുന്നോ. പത്തില് ഓടിക്കോ, ഓടിക്കോ, പത്തില് ഓടിക്കോ. പോലീസുകാരെ കൊല്ലുന്നു. ചിങ്കമാണ് എന്നെ തല്ലുന്നത്. Impossible ആണ്. ഏയ്, തല്ലല്ലേ. മോട്ടു, നിന്നെ പോലെ ഒരു വൃത്തികെട്ടവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന് എന്നെ നീ പൊതിരെ തല്ലിയില്ലേ? എന്തൊരു പീഡനമാടാ ഇത്. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ഹൈലി ഇമ്പോസിബിൾ. എന്റെ പോലീസ് ഞങ്ങള് നിങ്ങളും അവരുടെ ആൾക്കാരാന്നാ വിചാരിച്ച. ഡോക്ടർ ജഡ്ക, സത്യത്തിൽ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും അറിഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഈ ഇൻസ്പെക്ടറുമായിട്ട് വന്നത്. ആപത്ത് കാലത്ത് സഹായിക്കാനുള്ളവരല്ലേ പോലീസുകാരെ. ഇവിടെ മൊത്തം ആദിമ മനുഷ്യരാണ്. നമുക്ക് ഇവിടെ എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കാം. അമ്മച്ചി, why fear when Chingam is here? ആര് വേണി വരട്ടെ, ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. ഹൈലി ഇമ്പോസിബിൾ. സോ യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. അതുകൊണ്ട് എല്ലാരും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക. നിയമത്തിന്റെ കയ്യിലെടുക്കാൻ ചിങ്കം ഒരിക്കലും അനുവദിക്കില്ല. എല്ലാത്തിനെയും ഞാൻ വെടിവെച്ച് തീർക്കും. എനിക്കിപ്പോ തോന്നുന്നു ഞാൻ ഇവരുടെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. യെസ്, ഇറ്റ്സ് ഹൈലി ഇമ്പോസിബിൾ. ഇതെന്താ ഗീവർഗീസ് പുണ്യാളനോ? ഞങ്ങളെ രക്ഷിക്കാൻ വന്നിട്ട് സാറിന് ഈ അവസ്ഥയോ? ഇനി ഞങ്ങള് വല്ലതും ചെയ്യണോ? നമ്മൾക്ക് നീ ചെയ്യാൻ ആകെ ഒന്നേ ഉള്ളൂ. ഓടിക്കോ. യുവമാരെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. പത്തിലോ ഓടിക്കോ. ഡോക്ടർ ജഡ്ക, നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ജീവനാണ് രക്ഷിച്ചത്. നിങ്ങളുടെ കണ്ടുപിടുത്തം കാരണം കൊണ്ട് ഞങ്ങൾ സ്റ്റോണേജ് കണ്ടു. പക്ഷേ നിങ്ങൾ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടെ? എന്തായി പറയുന്നേ? ആ ബ്രേസ്ലെറ്റ് വഴി നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് കേൾക്കാം. പക്ഷെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ മേല. അതെന്തു ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വരാൻ സാധിച്ചല്ലോ. ഇദ്ദേഹം ഈ പോലീസുകാരൻ ഇല്ലായിരുന്നെങ്കിൽ അത് എനിക്ക് സാധ്യമാകുമായിരുന്നില്ല. ഇനി ഒരിക്കലും ആദിവാസികൾ എന്റെ കയ്യിൽ വന്ന് പെട്ടാൽ ഞാൻ അവരെ പിടിച്ച് അകത്താക്കും. അതെ, ജയിലിനകത്തിടും. അറിയാമല്ലോ, ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. ഇറ്റ്സ് ഹൈലി ഇമ്പോസിബിൾ. എന്റെ അമ്മ, ഇവന്മാരാ ടൈം മെഷീന്റെ കസേരയുടെ അടിയിന്ന് പൊട്ടി പുറത്ത് ചാടിയതാ. എനിക്ക് തോന്നുന്നു ഈ ആദിവാസികളുടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്. പറഞ്ഞോളൂ, ഹൈലി ഇമ്പോസിബിൾ. ബൈ ബൈ, ഞാൻ വരുന്നു.